ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും പോരായ്മകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിക്കാമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നമുക്ക് കണ്ണൂർ വിമാനത്താവളം വന്നപ്പോൾ കണ്ണൂർ ഒരു ഹജ്ജ് ഹൗസ് വേണ്ടേ? അങ്ങനെ കണ്ണൂർ ഹജ്ജ് ഹൗസും ഇത്തവണ നമ്മൾ 5 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചു. കിൻഫ്ര ഞങ്ങളുടെ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. കിൻഫ്രയുടെ കയ്യിലുള്ള സ്ഥലം ഹജ്ജ് ഹൗസിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹജ്ജ് ഹൗസ് വരാണ്. ഇതാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ PS-ൻ്റെ കാലത്തായാലും ഇപ്പോഴത്തെ കാലത്തായാലുള്ള കാഴ്ചപ്പാടെന്നുള്ളത്. ഇതാണ് കേരളത്തിലെ ഹജ്ജിൻ്റെ കാര്യത്തിൽ നിർണായകമായ ഘട്ടങ്ങൾ. ഇത് തന്നെയാണെന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. പിന്നെ ഇന്ത്യയിൽ ഒരിടത്തും ഒരു എയർപോർട്ടും നേരിട്ട് ഈ കാര്യങ്ങളിൽ ഇതിൻ്റെ ഭാഗമാകുന്നില്ല. നേരത്തെ തന്നെ ഹജ്ജ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത് ഇവിടെ പ്രത്യേകം യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് എല്ലാ 3 എംബാർക്കേഷൻ പോയിന്റുകളുമായി ബന്ധപ്പെട്ട ആലോചന യോഗം ചേർന്നു. നമ്മൾ ഇവിടെ തന്നെ പോകുന്നവരുടെ കൂടെ 40 ഉദ്യോഗസ്ഥരോട് നയിക്കുന്നത്. എനിക്കോട് കേരളത്തിലാകെ 105 പേരെ നമ്മൾ അയക്കുന്നുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരെ. ഡിഗ്രി കഴിഞ്ഞ് ഹജ്ജോ കർമ്മമോ ഉംറയോ നിർവഹിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് അയക്കുന്നത്. ഒരു വിമാനത്തിൽ ഒരാൾ എന്ന മട്ടിലാണ്. എന്നാൽ സ്ത്രീകൾ മാത്രം പോകുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി സ്ത്രീകളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അതിനും നിയോഗിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി നോക്കി ഒരു കുറവും ഇല്ലാതെ പോകാൻ. പിന്നെ 40 പേരുടെ സംഘം ഇവിടെ ഉണ്ട്, പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ. ഇവിടെ നിന്നുള്ള യാത്രയപ്പിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. ആ കാര്യം എങ്ങനെയാവോ, അവിടെ പോകുമ്പോൾ എങ്ങനെയാവും, ഇവിടെ ചെക്കിംഗ് ഉണ്ടോ, അവിടെ ചെന്നാൽ എന്താവും, അവിടെ പോയാൽ ആരെങ്കിലും കാണോ, ഇവരുണ്ടാവോ, ഒരു കാര്യം ചിന്തിക്കേണ്ട. അതെല്ലാം ഇങ്ങോട്ട് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ. നിങ്ങൾ എന്തിനാണോ പോണത് അതിലങ്ങ് സമർപ്പിച്ചു. വിമാനത്തിൽ ഒരു ആളുണ്ടായിരിക്കും, ചെല്ലുമ്പോൾ ആളുണ്ടായിരിക്കും, അവിടെ ആവശ്യമായ സൗകര്യങ്ങളുണ്ടാവും. രജിസ്ട്രേഷൻ തുടങ്ങിയെന്ന് മുതൽ ഇനി തിരിച്ച് നിങ്ങളിവിടെ ഇറങ്ങുമ്പോൾ സ്വീകരിച്ച് വണ്ടി കയറ്റി വീട്ടിലേക്ക് വിടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. DMIയുടെ നേതൃത്വത്തിൽ സജ്ജമാണ്. ഹോമിയോ വേണ്ടവർക്ക് ഹോമിയോ സജ്ജമാണ്. വാക്സിനേഷൻ, ആ കാര്യങ്ങളെല്ലാം പിന്നെ നേരത്തെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും എല്ലാ സംഘടനകളിൽപ്പെട്ടവരും ഈ കാര്യത്തിൽ വളണ്ടിയർമാരായി. ഹജ്ജിൻ കർമ്മത്തിന്, വിശുദ്ധ കർമ്മത്തിന് പോകുന്ന ആളുകൾ അതിലാകെ സമർപ്പിച്ച് നിന്നോളൂ. ഇനിയുള്ള കാര്യങ്ങളിൽ ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ ഒരു ആശങ്കകളുടെ ആവശ്യമില്ല. മനുഷ്യനും സമൂഹത്തിനും സമാധാനത്തിന് വേണ്ടിയുള്ള ആ സമർപ്പണത്തോടുകൂടി എല്ലാവരും വിശുദ്ധ കർമ്മത്തിന് പോയി വരുന്നതിനുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഹജ്ജ് ക്യാമ്പ് കൊച്ചി വിമാനത്താവളത്തോട് ചേർന്നത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് അധ്യക്ഷനായിരുന്നു. ആദ്യ വിമാനം ഇന്ന് വൈകിട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് 2 സർവീസുകളുണ്ട്. ആദ്യ വിമാനം വൈകിട്ട് 5:50-നും രണ്ടാമത്തെ വിമാനം രാത്രി 8:20-നും പുറപ്പെടും. കേരളത്തിലെ 3ാമത്തെ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പാണ് കൊച്ചിയിലേത്. ഇന്ന് പോകേണ്ട തീർത്ഥാടകർ ഇന്നലെ രാവിലെ മുതൽ തന്നെ ക്യാമ്പിലെത്തി. 2 വിമാനങ്ങളിലും 259 യാത്രക്കാർ വീതമുണ്ടാകും. ജിദ്ദ വഴി മക്കയിലെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ശേഷം മദീന സന്ദർശനത്തിനായി പുറപ്പെടും. മദീനയിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. 6000-ഓളം തീർത്ഥാടകരാണ് കൊച്ചി വിമാനത്താവളം വഴി ഈ വർഷം പോകുന്നത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള 199 തീർത്ഥാടകരും ലക്ഷദ്വീപിൽ നിന്നുള്ള 111 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. 21 ഹജ്ജ് വിമാന സർവീസുകളാണ് ആകെ ഉണ്ടാവുക. 30-നാണ് അവസാന വിമാനം കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നത്. ക്യാമ്പ് ഉദ്ഘാടന വേളയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ നേതൃത്വം നൽകി. ഹാരിസ് ബീരാൻ MP, MLA-മാരായ മുഹമ്മദ് മുഹസിൻ, അൻവർ സാദത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ഹജ്ജ് കമ്മിറ്റി CEO C ഷാനവാസ്, ന്യൂനപക്ഷ കമ്മീഷൻ സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൽ നാസർ, യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, വഖഫ് ബോർഡ് ചെയർമാൻ AK സക്കീർ, മുഹമ്മദ് ഷിയാസ്, KM ദിനകരൻ, V സലീം, TV പ്രതീഷ്, AV സുനിൽ, V അബ്ദുൽ ഗഫൂർ, M യൂസഫ്, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി, PA അബ്ദുൽ ഖാദർ മദനി കൽത്തറ, ഹസൻ ഫൈസി, H ബാബു സേട്ട്, അലി ദാരിമി, TM സക്കീർ ഹുസൈൻ, CT ഹാഷിം തങ്ങൾ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ അനസ് ഹാജി, മുഹമ്മദ് സക്കീർ, നൂർ മുഹമ്മദ്,
നൂർഷ, PP മുഹമ്മദ് റാഫി, PT അക്ബർ, അഷ്കർ കോറാട്, ഷംസുദ്ദീൻ അരിനിറ, K ഉമ്മർ ഫൈസി, OV ജാഫർ, MK സക്കീർ, മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.